അദ്ദേഹത്തെ അവസാനം നോക്കി കാണാനായിട്ട് വന്നിട്ടുള്ളതിൽ ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണ്. ഈ നാട്ടുകാരും എല്ലാവരും ഉണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കളെല്ലാം ഇവിടെ ഉണ്ട്. വളരെയേറെ ഇതിനകത്ത് മനസ്സ് അർപ്പിച്ച് പ്രവർത്തിച്ച കലാകാരനാണ്. അദ്ദേഹത്തിന് ധാരാളം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ ഈ കലയ്ക്ക് അതിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള പരിശീലനത്തിന് വരുന്ന ശിഷ്യന്മാർക്കും ഈ പ്രദേശത്തിനും നമുക്കാകെയും വലിയ നഷ്ടമാണ്. അങ്ങേയറ്റം അനുശോചനം രേഖപ്പെടുത്തുന്നു. ബഹുമാന്യനായ താമരക്കുടി കരുണാകരൻ മാസ്റ്ററുടെ വിയോഗം വളരെയധികം ദുഃഖത്തോടെയും ഞെട്ടലോടെയുമാണ് ഇന്ന് രാവിലെ കേൾക്കാൻ ഇടയായത്. അദ്ദേഹം കേവലം ഒരു കലാരംഗത്ത് അല്ലെങ്കിൽ ഓട്ടംതുള്ളൽ കലാരംഗത്ത് പ്രവർത്തിച്ച ഒരു വലിയ പ്രതിഭ മാത്രമായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത കുടുംബ സുഹൃത്തും വളരെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഓട്ടംതുള്ളൽ കലാരംഗത്തേക്ക് കൊണ്ടുവരാൻ താമരക്കുടിയുടെ തനത് കലാരൂപമായ കാക്കാരശ്ശി നാടകത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കാൻ, ഇങ്ങനെയൊക്കെ ഒരു വലിയ മനസ്സിൻ്റെയും വലിയ ഒരു പ്രതിഭയായ അദ്ദേഹം ആകാശവാണിയിലും ദൂരദർശനിലും എന്ന് വേണ്ട മിക്ക മേഖലകളിലും അദ്ദേഹം കലാരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ട് അറിയപ്പെടുന്ന നിരവധി കലാകാരന്മാരായിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ന് സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് ഓട്ടംതുള്ളൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരോ ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ ശിഷ്യരോ കൊച്ചുമക്കളുടെ ശിഷ്യരോ ആയി മാറുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അതുല്യ കലാകാരൻ്റെ മരണത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മരണം കലാരംഗത്തിന് ഒരു തീരാ നഷ്ടമാണ്. തീർച്ചയായിട്ടും എൻ്റെയും എൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അഗാധമായ ദുഃഖവും പ്രണാമവും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. കരുണാകരൻ മാസ്റ്റർ വിടവാങ്ങൽ താമരക്കുടിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഈ കൊട്ടാരക്കര നിവാസികളെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. കലാകേരളത്തിന് താമരക്കുടിയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു താരകമാണ് ശ്രീ കരുണാകരൻ മാസ്റ്റർ. ആയിരക്കണക്കിന് കുട്ടികളെ ഓട്ടംതുള്ളൽ എന്ന കലയുടെ സൗന്ദര്യം കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് വേദികൾ ലാഭേച്ഛ ഇല്ലാതെ തന്നെ അദ്ദേഹം ഈ ഓട്ടംതുള്ളൽ കലകൾ അവതരിപ്പിച്ചു. കൂടാതെ നമ്മുടെ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലും എല്ലാ സാംസ്കാരിക പരിപാടികളിലും നിറ സാന്നിധ്യമായിരുന്നു ശ്രീ കരുണാകരൻ മാസ്റ്റർ. കൂടാതെ താമരക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മഹാദേവൻ്റെ ഒരു നിത്യ ഉപാസകനായ ശ്രീ കരുണാകരൻ മാസ്റ്റർ എല്ലാ ദിവസവും 5 മണിക്ക് ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് ഹരിനാമ കീർത്തനം ആലപിക്കുന്ന, ഇനി താമരക്കുടി നിവാസികൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷമമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. യാതൊരു വിധമായ സാമ്പത്തിക ലാഭവും മറ്റു യാതൊരു ഇച്ഛയും കൂടാതെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി നിത്യ അധ്വാനം ചെയ്ത ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ കരുണാകരൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ എപ്പോഴുമുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മുഴുവൻ കുട്ടികളെയും ഒരു സാമ്പത്തികവും പ്രതീക്ഷിക്കാതെ എല്ലാ കുട്ടികളെയും അദ്ദേഹം ഓട്ടംതുള്ളൽ രംഗത്തേക്ക്, ഈ കുഞ്ഞൻ നമ്പ്യാർ നമ്മുടെ കേരളത്തിന് സമർപ്പിച്ച ഈ കലാരൂപം എല്ലാവരിലും എത്തിച്ച് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം നിലനിർത്തണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ കരുണാകരൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം താമരക്കുടിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. നല്ല ഓർമ്മകൾ സാറിനെ പറ്റി ഉണ്ട്. ഞാൻ SVHS ഹൈസ്കൂളിലാണ് പഠിച്ചത്. 5 മുതലുള്ളതായ ക്ലാസ്സുകളിൽ എന്നെ മലയാള അധ്യാപകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഡ്രോയിങ് അധ്യാപകൻ എന്നുള്ള നിലയിൽ, അതിനപ്പുറത്ത് ഒരു മകൻ എന്നുള്ള നിലയിലാണ് സാറെന്നെ കണ്ടത്. ആ നാളുകളിലൊക്കെ എനിക്ക് ചില ശാരീരിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ വാത്സല്യത്തോടെ അടുത്ത് വിളിച്ച് വളരെയധികം സ്നേഹത്തോടെ സംസാരിച്ച നാളുകൾ. ഈ നാളുകളിലാണെങ്കിലും വഴിയിൽ വെച്ച് കടന്നു പോകുമ്പോൾ പോലും സാറിൻ്റെ അടുത്ത് നിന്ന് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ
സാറിൽ നിന്ന് കിട്ടിയതായ ആ സ്നേഹം, ആ വാത്സല്യം വളരെ വലുതാണ്. താമരക്കുടിയെ സംബന്ധിച്ച് അഹ് താമരക്കുടിയുടെ ഒരു അഡ്രസ്സ് ലോകമെമ്പാടും അറിയിക്കുന്നതിൽ സാറിൻ്റെ പങ്ക്, പ്രത്യേകിച്ച് ഓട്ടംതുള്ളൽ, ആ കലാരൂപം ഈ നാട്ടിൽ അനേകം ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനൊക്കെ സാറിന് ഇടയായത് ഞാൻ ഓർക്കുകയാണ്. സാറിൻ്റെ പഠിപ്പീരുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് അത് നമുക്ക് പിന്നീട് പരീക്ഷയ്ക്ക് പോയി എഴുതിയാൽ മാത്രം മതിയാവും. അത്രത്തോളം അത് അഭിനയിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രത്തോളം നല്ല ഒരു കലാകാരനെയാണ് ഈ നാടിന് നഷ്ടം. നല്ലൊരു ഗുരുനാഥൻ, അതിനപ്പുറത്ത് നല്ലൊരു പിതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകപ്രകാരം നമ്മളെല്ലാവരും ഈ ലോകത്തുനിന്ന് കടന്നു പോകേണ്ടവരാണ്. എന്നാൽ കടന്നു പോകുമ്പോൾ നല്ല കയ്യൊപ്പുകൾ ദേശത്തിന് സമ്മാനിച്ചു പോകുന്നതാണ് ലോകത്തിന് ആദരവ്. പ്രത്യേകിച്ച് സാറിൻ്റെ ഈ നിര്യാണം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം വേദന ഉളവാക്കുന്നതാണ്. ദേശരൻ ഈ കുടുംബത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് മർത്തോമാ സഭയിൽ ഒരു വൈദികനാണ്, ഈ താമരക്കുടി ദേശക്കാരനാണ്. എൻ്റെ പേര്. ആയിരക്കണക്കിന് ശിഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള വലിയ ഒരു കലാകാരനാണ് കരുണാകരൻ മാസ്റ്റർ. താമരക്കുടി കരുണാകരൻ മാസ്റ്റർ ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന നമ്മുടെ കലരംഗത്ത് ഇന്നിപ്പോൾ ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥനായിരുന്നു. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ അവസാനം നമുക്ക് കാണാനായിട്ട് വന്നിട്ടുള്ളതിൽ ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണ്. ഈ നാട്ടുകാരും എല്ലാവരും ഉണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കളെല്ലാം ഇവിടെ ഉണ്ട്. വളരെയേറെ ഇതിനകത്ത് മനസ്സ് അർപ്പിച്ച് പ്രവർത്തിച്ച കലാകാരനാണ്. അദ്ദേഹത്തിന് ധാരാളം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ ഈ കലയ്ക്ക്, അതിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള പരിശീലനത്തിന് വരുന്ന ശിഷ്യന്മാർക്കും ഈ പ്രദേശത്തിനും നമുക്കാകെയും വലിയ നഷ്ടമാണ്. അങ്ങേയറ്റം അനുശോചനം പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ താമരക്കുടി കരുണാകരൻ മാസ്റ്റർ കേരളത്തിലെ അനവധിയായ സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയ ശിഷ്യസമ്പത്തിൻ്റെ ഉടമയാണ്. നിരവധി പുരസ്കാരം സംസ്ഥാന സർക്കാരിനടക്കം നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും. താമരക്കുടി കരുണാകരൻ സാറിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എൻ്റെ ഗുരുനാഥനായിരുന്നു താമരക്കുടി SVHS. കൂടാതെ തുള്ളൽ കലയുടെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ടവരിൽ പ്രധാനിയായ ഒരാളായിരുന്നു കരുണാകരൻ സാറ്. എൻ്റെ മകൻ്റെ ഗുരുവും കൂടിയാണ് തുള്ളലിൽ. അതുപോലുള്ള ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു ഗുരുവായിരുന്നു താമരക്കുടി കരുണാകരൻ സാറ്. എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ മനുഷ്യ സ്നേഹം എങ്ങനെയാണെന്ന് അദ്ദേഹത്തെ കണ്ടു പഠിക്കണം. ചെറുപ്പം മുതലുള്ള കാര്യങ്ങളും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും പുരാണങ്ങളായാലും ശരി എല്ലാം അരച്ചു കുറുക്കി അറിയാവുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു താമരക്കുടി കരുണാകരൻ മാസ്റ്റർ. ഇന്ന് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അതിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. കഴിഞ്ഞ 40 വർഷമായി കലാരംഗത്ത് ഓട്ടംതുള്ളൽ അതിനു മുമ്പേ അവതരിപ്പിച്ച് വരുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ട് സാറിൻ്റെ പിന്നണിയിൽ മൃദംഗം വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗുരു എന്നതിലുപരി എൻ്റെ അച്ഛനെ പോലെ എന്നെ കാത്തുരക്ഷിക്കുകയും അനവധി ശിഷ്യസമ്പത്തുകളുള്ള കരുണാകരൻ മാസ്റ്ററുടെ വിയോഗം എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും ഉള്ളതുപോലെ തന്നെ താങ്ങാനാവാത്ത ഒരു ദുഃഖമായി എന്നിൽ അവശേഷിക്കുകയാണ്. കരുണാകരൻ മാസ്റ്ററിൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മേഖലയിൽ ഓട്ടംതുള്ളൽ എന്ന ആ കലയെ ജനങ്ങൾക്ക് സുപരിചിതമായി കൊടുത്ത ഒരു അതുല്യ കലാകാരൻ കൂടിയായിരുന്നു കരുണാകരൻ മാസ്റ്റർ. തീർച്ചയായിട്ടും ഈ നാട് എല്ലാ കാലവും അദ്ദേഹത്തെ വളരെ വേദനയോടുകൂടി ഓർക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ജനകീയ കലയായിട്ടുള്ള ഓട്ടംതുള്ളൽ ഇവിടുത്തെ സർവ്വസാധാരണക്കാരുടെ ഇടയിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ അധികം പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് കരുണാകരൻ മാസ്റ്ററിൻ്റേത്. ഞാൻ പട്ടാഴി ദേവീക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലൊക്കെ സാറുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാറ് ഒരു കലാകാരൻ എന്നതിലുപരി ഒരു ആധ്യാത്മിക പ്രഭാഷകൻ കൂടിയായിരുന്നു, അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യൻ കൂടിയായിരുന്നു. നമ്മുടെ പാരായണങ്ങൾ രാമായണമായാലും ഭാഗവതമായാലും
വളരെ കൃത്യമായി പാരായണം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് വളരെ വലുതായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. അദ്ദേഹം താമരക്കുടി സ്കൂളിലെ അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഈ നാടിനെ വളരെ എല്ലാ കാലത്തും അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം ഇന്ന് വിഷ്ണുപാദങ്ങളിൽ ലയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ അദ്ദേഹത്തിന് 1000 പ്രണാമങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. കരുണാകരൻ മാസ്റ്ററുടെ ദേഹ വിയോഗം നമ്മുടെ നാടിനെ വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ്. നാടെങ്ങും അറിയപ്പെടുന്ന, അതായത് കേരള സംസ്ഥാനത്ത് തന്നെ നിരവധി അവാർഡുകൾ ഓട്ടംതുള്ളലിന് കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ് കരുണാകരൻ മാസ്റ്റർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒതുങ്ങാതെ കലാരംഗത്തേക്ക് തൻ്റെ കഴിവുകൾ പ്രകടമാക്കി നമ്മുടെ നാടിനെ കേരളം മൊത്തം അറിയിപ്പിക്കുകയും അങ്ങനെ ആദ്യകാല ഹാസ്യരൂപമായ കഥകൾ പറയുന്ന, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുത്തു കാട്ടുന്ന ഓട്ടംതുള്ളൽ എന്ന മഹത്തായ കല ഇന്നും ഈ അടുത്ത സമയം വരെയും അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിനും അത് പല കലാകാരന്മാരെ പഠിപ്പിക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എല്ലാവരും ദുഃഖിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദുഃഖമുള്ള താമരക്കുടിയെ സംബന്ധിച്ചോളം ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്ന് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് കേരളം അമ്പാകെ ചർച്ച ചെയ്ത ഒട്ടനവധി വേദികളിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നമുക്കറിയാം, കരുണാകരൻ മാസ്റ്റർ. ഇതിൻ്റെ മുന്നിൽ എങ്ങനെ പറഞ്ഞാലും ഈ ദുഃഖം താമരക്കുടിയെ വിട്ടുമാറത്തില്ല. പാവപ്പെട്ട കുട്ടികളുടെ കൂടെയും പാവപ്പെട്ടവരുടെ കൂടെ നിന്ന് നല്ലൊരു കലയെ വളർത്തി പാവപ്പെട്ട ഒത്തിരി വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കരുണാകരൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് ഇപ്പം ക്ലാസ് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താമരക്കുടിയെ സംബന്ധിച്ചോളം ഉത്സവകാലങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായനകൾ, അദ്ദേഹം അമ്പലത്തിൽ ഒട്ടനവധി സംഭാവനകൾ, അതായത് ഒട്ടനവധി പരിപാടികൾ നടത്തുന്നു. അങ്ങനെ രാമായണ മാസം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാരായണത്തിലൂടെയാണ് താമരക്കുടി തന്നെ നല്ലൊരു ദേശത്ത് അദ്ദേഹത്തിൻ്റെ സ്വരങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അന്നേരം നമുക്ക് താമരക്കുടി സംബന്ധിച്ചോളം വളരെ ദുഃഖത്തിലാക്കിയ ഒരു സൂര്യ ഉദയം പോലെ ജ്വലിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയ കരുണാകരൻ മാസ്റ്ററിൻ്റെ നിര്യാണത്തിൽ താമരക്കുടി മുമ്പാടെ ദുഃഖത്തിലായിരിക്കുകയാണ്. ഇതിന് ഈ അവസരത്തിൽ അനുശോചനം അദ്ദേഹത്തിന് രേഖപ്പെടുത്തുന്നു. വിഷമം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. നമ്മുടെ നാടിനെ കണ്ണീരിലാഴ്ത്തിയ, അതോടൊപ്പം എൻ്റെ ബന്ധുവും കൂടിയാണ്. വളരെയധികം ദുഃഖം. ക്ഷേത്രകലയായ ഓട്ടംതുള്ളലിനെ കേരളത്തിലെമ്പാടും ഉള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ കരുണാകരൻ മാസ്റ്റർ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ താമരക്കുടി, പൊട്ടാഴി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ മുമ്പേ AR അരുൺ പറഞ്ഞതുപോലെ വളരെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഒരു മുഹൂർത്തമാണുള്ളത്. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. വളരെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ആദരാഞ്ജലി അർപ്പിക്കുന്നു. തുള്ളൽ ത്രയത്തിൻ്റെ ഓട്ടംതുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ 3 വിഭാഗത്തിൻ്റെയും അഗ്രഗണ്യനായ ഒരു വ്യക്തിയാണ്. തെക്കൻ കേരളത്തിൽ ഈ കലയെ വളരെയധികം പ്രചരിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ യശസ്വരനായ കരുണാകരൻ മാസ്റ്റർ. ആയിരക്കണക്കിന് ശിക്ഷാസമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ യുവജനോത്സവ വേദികളിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷകണങ്ങളാണ് ഓട്ടംതുള്ളൽ വിഭാഗത്തിൽ കൂടുതൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഈ നാടിനോടൊപ്പം ചേർന്നുകൊണ്ട് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം തന്നെ രക്ഷകർത്തത്തിലുള്ള കാക്കാരശ്ശി നാടകത്തിലെ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷമാണ്. അപ്പോൾ ഒരു നാടൻ കലകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ കരുണാകരൻ മാസ്റ്റർ.
തുള്ളൽ പ്രസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. വിളിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥനാണ്. താമരക്കുടി NSS കരയോ സ്കൂൾ വകയായിട്ടുള്ള സ്കൂളിലെ അധ്യാപകനായിരുന്നു. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഓട്ടംതുള്ളൽ എന്ന കലയെ കൊല്ലം ജില്ലയിലും കേരളത്തിലെമ്പാടും വേദികളിൽ അവതരിപ്പിച്ച് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഒരു ഞങ്ങളുടെ ഗുരുനാഥനാണ്. അതേപോലെ തന്നെ സ്കൂളിലെ അധ്യാപകൻ എന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുണ്ട്. നന്നായിട്ട് ഭാഗവതം പാരായണം നടത്തും. ഈ നാട്ടിലെ എല്ലാവരോടും, അതായത് സമസ്ത ജാതി ജനങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിയങ്കരനായിരുന്നു. ആ ഒരു ഇതാണ് സാറിനുള്ളത്. സാറിൻ്റെ നിര്യാണത്തിൽ വളരെയധികം ദുഃഖം രേഖപ്പെടുത്തുന്നു. താമരക്കുടി എന്ന ഈ കലാഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നികത്താനാവാത്ത നഷ്ടമാണ്. കാരണം താമരക്കുടി കരുണാകരൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദനയാണ്. കാരണം വലിയൊരു കൊച്ചിലെ തൊട്ട് ഉള്ള ഒരു അടുപ്പം, സ്നേഹം, ഒരു വാത്സല്യവും എല്ലാ അർത്ഥത്തിലും അത് പാഠന ആധ്യാത്മിക രംഗങ്ങളിൽ ഒരുപോലെ പ്രശോഭിച്ചിരുന്ന അദ്ദേഹം ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊക്കെ കലാരംഗത്തൊരു ഇൻസ്പിറേഷനായിരുന്നു, വല്ലാത്ത പ്രചോദനമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടംതുള്ളലിൻ്റെ ഒരു ആധികാരിക മുഖമാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് സംവദിക്കാൻ കഴിയുന്ന, നേരിട്ടിടപെടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ വിയോഗം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കൊല്ലം ജില്ലയിലും കൊട്ടാരക്കരയിലും ഏറ്റവും കൂടുതലും ശിഷ്യന്മാർ എന്ന് വെച്ചാൽ ഈ ഓട്ടംതുള്ളിൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ളത് താമരക്കുടി എന്ന് പറയുന്ന ഒരു ദേശത്താണ്. അതെ 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 കാര്യം അതും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടാണ്. പൈസ ഉള്ളവര് കൊടുക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത അങ്ങനെ ഒരു വേർതിരിവില്ല. അദ്ദേഹത്തിന് കലയൊരു ഈ സാധാരണ നമ്മൾ പറയുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പാഷനായിരുന്നു. അപ്പൊ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ അദ്ദേഹം ഒരു ത്രില്ലായിരുന്നു അദ്ദേഹത്തിന്. അതൊരു വലിയ പ്രത്യേകതയാണ്. കാര്യം ഒരു കലാകാരൻ തന്റെ ശിഷ്യൻ തന്നേക്കാൾ മുകളിലാകുമോ എന്ന് ചിന്തിക്കുന്ന പലരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു അപവാദമാണ് സാറ്. കാര്യം എനിക്ക് തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കുറച്ചെങ്കിലും ഓട്ടം. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, എടാ നീ നേരത്തെ പഠിക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തുടക്കം കുറിച്ച് തന്നു. പക്ഷെ എനിക്ക് എൻ്റെ നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു തല തൊട്ടൊന്ന് അനുഗ്രഹിച്ചിട്ട് അത് നീ ചെയ്യണം, പഠിക്കണം എന്ന് പറയുന്ന ആ ഒരു വാക്കുപോലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത പ്രചോദനം. അത് വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സാറിനെ വിളിച്ച് ഓട്ടംതുള്ളൽ എന്ന് മാത്രമല്ല, സാറിനെ വിളിച്ച് കല പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളിൽ ചെന്ന് കഴിഞ്ഞാൽ സാറ് അവരിൽ നിന്ന് ഒരു കലയെ സാറ് കണ്ടെത്തി അതിൽ അത് വലുതാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം കൂടി സാറിനുണ്ടായിരുന്നു. സാറ് പറയുന്നത്, ഞാൻ ഓട്ടംതുള്ളലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിനക്ക് ഓട്ടംതുള്ളലിൽ പഠിക്കണമെന്ന് താല്പര്യമില്ല, വേറെ എന്തെങ്കിലും ഒരു കല നീ പരിപോഷിപ്പിച്ചെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നു. അതെ അല്ല, അതിന് അത്തരം ഒരു കഴിവ് അദ്ദേഹത്തിന് ഞാനത് നിരീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് ഇപ്പം ഇന്നതാകണമെന്ന് ആഗ്രഹിച്ചാൽ അവന്റെ സർഗവാസന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഊട്ടി ഉറപ്പിക്കാനും വളർത്തിയെടുക്കാനും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ശൈലി അത് വളരെ വ്യത്യസ്തമാണ്, എല്ലാവർക്കും ഉള്ളതല്ല. ഇപ്പൊ എനിക്ക് പിന്നെ സംവിധായകനാകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെല്ലുക. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ആളെടുത്ത് ചെല്ലുമ്പോൾ എന്റെ ഏരിയ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കും. അപ്പൊ നിനക്ക് അതല്ല വേണ്ടത്, നീ ആക്ടർ ആവാനാണ് നീ അത് പറയുക. അപ്പം അത് ഒരു എല്ലാവർക്കും പറ്റുന്നതല്ല, അതൊരു അതുല്യ കലാകാരന്മാരുടെ ഒരു സിദ്ധിയാണ്. അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്രയും അനുഭവ സമ്പത്തും ഇത്രയും ഗുരുശിഷ്യന്മാരും ഉള്ള ആ ഒരു ഇപ്പോഴും ആ ഗുരുശിഷ്യന്മാർ ഇപ്പോഴും ആ ഒരു ബന്ധം സാറുമായിട്ട് ഇപ്പോഴും ഒരു ബന്ധം എല്ലാവർക്കും സാർ ഒരു ദിവസമെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന ശിഷ്യന്മാർ ഇപ്പോഴും അതാണ് ഇന്ന് ഈ കാണുന്ന തിരക്ക് പോലും അതിൻ്റെതാണ്. സാറിന്റെ ഒരു വിയോഗം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു വിഷമമായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കൊന്ന് 60% ആൾക്കാരും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു. അതെ, അതാണ് ഒരു വലിയ ശിഷ്യ സമ്പത്ത്. അത് അദ്ദേഹം പഠിപ്പിച്ച കല മാത്രമല്ല, അല്ലാതെ നമ്മുടെ സ്കൂളിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിരുന്ന ആൾക്കാർക്ക് പോലും, അവർ കലാകാരന്മാരല്ലെങ്കിൽ പോലും ഒരിക്കലെങ്കിലും ഇടപെട്ടിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മരണവാർത്ത 1 മിനിറ്റ് അയ്യോ സാറ് മരിച്ചോ എന്ന് ചോദിക്കുന്ന, നമ്മൾ പറയാതെ, ഇതൊക്കെ എനിക്കൊന്ന് ഇവിടെ ഇത്രയും വലിയൊരു ജനതതി വന്നത് ഈ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒന്നുമല്ല, അറിഞ്ഞ് സ്വയം വരികയാണ്. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നമുക്ക് ഒരു അംഗീകാരമാണ്. അതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഇദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ആദരിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഇനിയായാലും ആ ഒരു ചിന്ത നാം നൽകേണ്ടതുണ്ട്. കാരണം ഒരു വലിയ സംഭാവനയാണ് അദ്ദേഹം സമാജത്തിന് നൽകിയിട്ടുള്ളത്. ഇത്രയും വലിയൊരു കലാകാരന്
സർക്കാർ ഇനിയെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു സജഷൻ വെക്കുകയാണെങ്കിൽ കലാകാരനെ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അല്ല, താമരക്കുടി എന്ന് എനിക്ക് പറയുന്ന തോന്നുന്നു ഒരു ഒന്ന് ഗ്രാമപ്രദേശം. ഇപ്പൊ അദ്ദേഹം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഓട്ടംതുള്ളലിലാണല്ലോ. ഈ ഓട്ടംതുള്ളലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഹാസ്യത്തോടൊപ്പം തന്നെ എല്ലാത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണ് ആ കലാരൂപം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാറിൻ്റെ നാമധേയത്തിൽ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനമോ അക്കാഡമിയും. അക്കാഡമി അങ്ങനത്തെ ഒരു ഗൗരവമായ ചിന്ത അതും താമരക്കുടി തന്നെ വരാമെങ്കിൽ താമരക്കുടി ഒരു കലാഗ്രാമമാണ്. അതെ. കാരണം ഇവിടെ കാക്കാരിശി ആയാലും ഒട്ടനുടലായാലും എല്ലാത്തിൻ്റെ ഒരു വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്നത് വില്ലടിച്ചാൻ അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു ആസ്ഥാന കേന്ദ്രമാണ് താമരക്കുടി. അപ്പോൾ ആ താമരക്കുടി കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു അക്കാഡമിക്ക് ഈ സംവിധാനം നമ്മുടെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ശരി. താമരക്കുടിയിലെ വലിയൊരു കലാകാരനാണ് കരുണാകരൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കൊട്ടാരക്കര BJP മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ രണ്ടു വാക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. തീർച്ചയായും അദ്ദേഹം താമരക്കുടിയുടെ സ്വന്തമാണെങ്കിലും അദ്ദേഹം കൊട്ടാരക്കരയുടെയും കേരളത്തിൻ്റെയും അഭിമാനമായിരുന്നു. കാരണം തുള്ളൽ പ്രസ്ഥാനം നമുക്കറിയാം, വംശനാശം അല്ലെങ്കിൽ കാലാശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാ ഇതാണ്. അപ്പോൾ അതിന് കേരളത്തിൽ തന്നെ ഒരുപാട് അദ്ദേഹം നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം പ്രത്യേക ഗവേഷണങ്ങൾ തന്നെ അദ്ദേഹം നിരവധി തുള്ളൽ പ്രസ്ഥാനത്തെ എത്രത്തോളം ഉയർത്താൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും താമരക്കുടിയുടെ അല്ല, കൊട്ടാരക്കരയുടെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ തന്നെ ഈ പ്രാദേശിക സ്ഥലത്തിൽ കൊട്ടാരക്കരയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരക കേന്ദ്രം, തുള്ളൽ പ്രസ്ഥാനങ്ങളുടെ ഒരു ഇതായിട്ടുള്ള കലാകാരനായിട്ടുള്ള താമരക്കുടി കരുണാകരൻ മാസ്റ്ററിൻ്റെ പേരിൽ ഒരു ഒരു സാംസ്കാരിക നിലയം അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ എന്നും സ്മരിക്കണം. അദ്ദേഹം തീർച്ചയായും ഇതൊക്കെ ഓട്ടംതുള്ളലൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഇനിയും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു സാംസ്കാരിക കേന്ദ്രം, സാംസ്കാരിക നിലയം കൊട്ടാരക്കരയിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയങ്കരനായ ഗുരുനാഥനായിരുന്നു. ഞങ്ങളെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഭാഗവത പാരായണം, തുള്ളൽ തുടങ്ങിയ പല കലാപരിപാടി താമരക്കുടിയിലെ കുട്ടികളെയും എല്ലാ ആളുകളെയും വളരെ ഈ ഭാഗവത പാരായണം പഠിപ്പിക്കുക, അതുപോലെ തന്നെ തുള്ളൽ അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ പഠിപ്പിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ നാട്ടിലെ എല്ലാ ആളുകളും ആബാലവൃദ്ധം ജനങ്ങളും വളരെ ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടിയും കാണുന്ന ഒരു പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു ശ്രീ കരുണാകരനാശാരി സാറ് എന്ന് പറയുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെല്ലാം വളരെ വാത്സല്യത്തോടു കൂടി കാണുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ നന്മ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവയ്ക്കുകയും അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ഏറെ നാളിരിക്കുകയും തുടർന്ന് ഇപ്പോൾ ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയാണ്. പൊതുരംഗത്തും അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും വളരെ വാത്സല്യപൂർവ്വം ജനങ്ങളോട് പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയ ഗുരുനാഥൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഹരികുമാർ അതേപോലെ തന്നെ ഈ നാട്ടിലെ കലാരംഗത്ത് സജീവമായി കലാരംഗത്ത് പ്രവർത്തിക്കുകയും താമരക്കുടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നതിന് വളരെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടുള്ള അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ശ്രീ താമരക്കുടി കരുണാകരൻ മാഷിനെ ഓർക്കുമ്പോൾ താമരക്കുടി എന്ന ഈ ഗ്രാമത്തിൻ്റെ പേര് എല്ലായിടവും പ്രചരിക്കുന്നതിന് മുഖ്യ കാരണക്കാരനായ ഒരാളാണ് അദ്ദേഹം. ഓട്ടംതുള്ളൽ കലാരംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കേരളത്തിലെ ഒന്നാമനായ കലാകാരനാണ് അദ്ദേഹം. ധാരാളം ശിഷ്യ സമ്പത്തുകൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിൽ ഒരുപക്ഷെ യഥാർത്ഥ ഗുരു എന്ന സങ്കല്പത്തിൻ്റെ അവസാനമായിരിക്കാം ഈ ഗുരു. അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പുതിയ തലമുറയിൽ പുതിയ സംസ്കാരത്തിൽ ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുക ഒരു കാരണവശാലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ശരിക്കും ഒരു ഗുരു എന്ന അർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ അവസാന ഗുരുവായിരിക്കാം
അദ്ദേഹം എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം നിഷ്കാമമായി കല അഭ്യസിപ്പിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും തൻ്റെ ധാരാളം ശിഷ്യസമ്പത്തുക്കളെ വളർത്തിയെടുക്കുന്നതിനുമൊക്കെ അശ്രാന്ത പരിശ്രമം യാതൊരുവിധമായ പ്രതിഫലേച്ഛ കൂടാതെ ചെയ്ത ഒരു മഹത്തായ വ്യക്തിത്വമാണ്. മാത്രമല്ല അദ്ദേഹം പുരസ്കാരങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ ഒന്നിനും വേണ്ടി ആരുടെയും പുറകെ പോകുന്ന ഒരാളായിരുന്നില്ല. കലയാണ് ജീവിതം, അതുപോലെ അധ്യാപനവും കലയും ജീവിതമായി കൊണ്ടു നടന്ന ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ താമരക്കുടി കരുണാകരൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുഞ്ചൻ കലാഗ്രാമം എന്ന ഒരു കലാപഠന കേന്ദ്രം താമരക്കുടിയിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് പുതിയ തലമുറയ്ക്ക് ആശാവഹമായ ഒരു കാര്യമാണ്. സാറിൻ്റെ ഈ വിയോഗം നമുക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും സാറോട് കണ്ട് സംസാരിക്കുകയും എപ്പോൾ വന്നാലും സാറ് പറയുന്ന എൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, എടാ നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവാം, ഞാൻ അവളെ പഠിപ്പിക്കാം. ഇപ്പം എപ്പോഴും വന്നാൽ സാറിനോട് പറയുന്നൊരു വാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ മോക്കൊരു 5ാം ക്ലാസ് ആവട്ടെ, എൻ്റെ സാറ് തന്നെ ക്ലാസ് എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു. അത് നമുക്ക് വലിയ ഞെട്ടൽ മാത്രമല്ല നമ്മുടെ ഈ സ്ഥലം താമരക്കുടി എന്ന സ്ഥലത്തെ ഒരു കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അറിയിക്കാൻ പറ്റിയ കലാരൂപം ഓട്ടംതുള്ളൽ. നമ്മൾ ഒരുപാട് സാറിൻ്റെ ശിഷ്യന്മാരായ കുട്ടികൾ എത്രയുണ്ടെന്ന് സാറിന് പോലും അറിയത്തില്ല, അതുപോലെ കുട്ടികളാണുള്ളത്. എല്ലാ മേഖലയിലും എല്ലാ സംസ്ഥാന കലോത്സവങ്ങളിലും എല്ലാം നമ്മുടെ സാറ് പഠിപ്പിച്ച കുട്ടികൾ പ്രൈസും നേടി വന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം തന്നെയാണ് താമരക്കുടി സംബന്ധിച്ചോളം. മാത്രമല്ല എന്നെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൽ എന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടിക്കുന്നൊരു അധ്യാപകനായിരുന്നു. പക്ഷേ അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്നേഹമുള്ളൊരു അധ്യാപകനാണ് എൻ്റെ മാഷ്, കർണാടക മാഷ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ആ തുള്ളൽ കവിതകളൊക്കെ പാടുമ്പോൾ നമുക്ക് ആ സാറ് പറയുന്ന കുഞ്ചൻനമ്പ്യാരുടെ അന്നത്തെ വരികളൊക്കെ നമുക്ക് ചിന്തിക്കാം. സാർ ആ ക്ലാസ് അവതരിപ്പിക്കുക നമ്മൾ ഓട്ടംതുള്ളലിന് മുന്നിൽ കാണുന്ന രീതിയിലാണ് സാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനൊരു സാറിൻ്റെ പറയാൻ പറ്റുന്നില്ല. സാറിൻ്റെ ആ വിയോഗം സാറിൻ്റെ ആ വിയോഗം ഞങ്ങൾക്ക് സാറിൻ്റെ കുടുംബത്തിനോടൊപ്പം ഞാനും ആ വിയോഗത്തിൽ പങ്കുചേരുകയാണ്. ഇപ്പോൾ പട്ടാഴി സർവീസുകളുടെ ബാങ്കിൻ്റെ പ്രസിഡന്റുമാണ്. കരുണാകരൻ മാസ്റ്റർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വളരെ വർഷക്കാലം തുള്ളൽ കലാരൂപം അവതരിപ്പിക്കുകയും ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായി വർഷങ്ങളോളം നിലനിന്ന ആളാണ്. അത് മാത്രമല്ല ഈ കലാരംഗത്തെ ഒരു വലിയ കുലപതിയാണ്. അധ്യാപകൻ എന്ന നിലയിലും ഈ തുള്ളൽ കലാരംഗത്തെ ഒരു കുലപതി എന്ന നിലയിലും നമ്മുടെ പട്ടാഴിയിലും അതുപോലെ തന്നെ താമരക്കുടി പ്രദേശം മാത്രം കേരളത്തിലാകമാനം അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. താമരക്കുടി കരുണാകരൻ മാസ്റ്ററുടെ ദേഹവിയോഗത്തിൽ ഈ ഗ്രാമം മുഴുവൻ വിഷമിച്ച് നിൽക്കുകയാണ്. ഒരു വലിയ കലാകാരനെയാണ് ഈ നാടിന് നഷ്ടമായിട്ടുള്ളത്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഓട്ടംതുള്ളൽ കലാകാരൻ, കലയ്ക്ക് വേണ്ടി ഓട്ടംതുള്ളലിന് വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ച ഒരു കലാകാരനായിരുന്നു ശ്രീ കരുണാകരൻ മാസ്റ്റർ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും തന്നെ കലാരംഗത്ത് ശ്രദ്ധേയ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഹോൾക്കെ അവാർഡ് വരെ നേടിയ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പ്രശസ്ത തുള്ളൽ കലാകാരനായ താമരക്കുടി കരുണാകരൻ മാസ്റ്റർക്ക് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ്റെ VSS വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ അനുശോചനം അറിയിക്കുന്നു. ഞങ്ങളും ഈ കുടുംബത്തോടൊപ്പം ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ ജീവനായിരുന്നു കരുണാകരൻ മാസ്റ്റർ. അദ്ദേഹം ഞങ്ങളെ വിട്ടു. ഞങ്ങൾക്ക് തീരാത്ത ഒരു ദുഃഖമാണ്. കാരണം ഒരിക്കലും ആ ദുഃഖം മാറത്തില്ല. കാരണം എന്ന് വെച്ചാൽ താമരക്കുടി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ആരും ചോദിക്കും. എവിടെ ചെന്നിട്ട് ഞാൻ താമരക്കുടിയാന്ന് പറഞ്ഞാൽ ചോദിക്കും കരുണാകരൻ മാസ്റ്ററുടെ അടുത്തെങ്ങാണോ ആണെന്ന് തോന്നുന്നു. ആ രൂപത്തിൽ താമരക്കുടിയെ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യത്തിലും സാറാണ്. കാരണം അത് ഇന്നലെ രാത്രി 12:15 വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 12:15 ആയപ്പോഴാണ് സുഖമരണവുമായിരുന്നു. കസേരയിലിരുന്നു, കട്ടിലേന്ന് നിന്ന് എണ്ണീറ്റ് വന്ന് ഷർട്ടിട്ടിട്ട് മുണ്ടുമൊക്കെ ഇട്ടിട്ട് ആശുപത്രിക്ക് പോകുമായിരുന്നു. അതിനായിട്ട് കസേരയിലിരുന്ന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചു. അന്നേരമേ ഒരു സൈഡ് കൊണ്ടങ്ങ് ശരിയാണ്. ഇവിടെ വെച്ച് തന്നെ മരണം യഥാർത്ഥത്തിൽ സംഭവിച്ചു. പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്ഥിരീകരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ്. നീ ഒരിക്കലും ഈ ഒരു നഷ്ടം നികത്താൻ പറ്റത്തില്ല. കാരണം എത്ര വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ടോ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഇപ്പോഴും പറയും. എവിടെങ്കിലും ചെന്നാൽ പറയും നിങ്ങളൊരു 2 വിദ്യാർത്ഥികളെ എനിക്കിതാ, ഞാൻ അവരെ ഫ്രീ ആയിട്ട് 5 പൈസ വാങ്ങാതെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കാം. എവിടെ സ്കൂളിൽ വന്നാൽ പറയും രാജശേഖര, ഞാൻ സ്കൂളിൻ്റെ മാനേജരാണ്, അപ്പോൾ ഒരു 10 പിള്ളേരെ ഇതാ, ഞാൻ 5 പൈസ വേണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. അതേപോലെ വായന പഠിപ്പിക്കാൻ വേണ്ടി എവിടെ ചെന്നാലും
ആരോടെയും പറയും നിങ്ങൾ വാ വീട്ടിൽ വാ, ഞാൻ ഫ്രീ ആയിട്ട് വായന പഠിപ്പിക്കാം. അങ്ങനെ എത്ര പഠിപ്പിച്ചാലും തീരാത്ത ഒരു മനസ്സ് ഉള്ള ഒരു ഗുരുനാഥൻ ഇനി ലോകത്ത് കിട്ടാൻ പാടാ. ഞാനും 5 വർഷത്തോളം ഇവിടെ ഗുരുകുലമായിട്ട് പോലെ മൃദംഗം പഠിച്ചുകൊണ്ടിരുന്നതാണ്. 5 വർഷക്കാലം ഇവിടുന്നാണ് ഞാൻ എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് തന്നെ. ഇവിടുന്ന് ഞാൻ മൃദംഗം പഠിച്ചു. അത് കഴിഞ്ഞ് അക്കാഡമിയിലോട്ട് പോയി. ഞാൻ സംഗീതാധ്യാപകനായി 31 വർഷം വർക്ക് ചെയ്തു. ഈ മൂർസംഗിൽ തന്നെ ഞാൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ധാരാളം രാജ്യങ്ങൾ പോകാൻ പറ്റി. അതെല്ലാം ഒരു കല എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടാണ് അതിൻ്റെ തുടക്കം. അതെ. മാസ്റ്റർ കരുണാകരൻ എൻ്റെ അമ്മാവനും അത് എൻ്റെ താമരക്കുടി സ്കൂളിലെ എൻ്റെ അധ്യാപകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ 2 വർഷം മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിലെ മാമ്പുഴ ക്ഷേത്രത്തിലെ ഓട്ടംതുള്ളലിന് പരിപാടിക്ക് വന്നപ്പോൾ സാറിനെയും പാർട്ടിയും കൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ സാറിനെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തും വന്ന് കണ്ടിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എൻ്റെ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു.